ഒരാളുടെ ബോഡിയിൽ എത്രത്തോളം വെള്ളം വേണം അയാളുടെ ആക്ടിവിറ്റി ലെവൽ അനുസരിച്ചും അയാളുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോയിനെ കൂട്ടിക്കോ, ഒരു ബോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് നോർമൽ വേണ്ടത് 2.5 ലിറ്റർ വെള്ളമാണ് മുതൽ 3.7 ലിറ്റർ വരെ നോർമൽ അവർക്ക് വെള്ളം വേണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 70 kg ഉള്ള ഒരു ബോയി ആണെന്നുണ്ടെങ്കിൽ 70 × 35 2.4 ലിറ്റർ കിട്ടും. 100 കിലോയുള്ള ഒരു ബോഡി വെയിറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ × 50, അപ്പോൾ ആ ഒരു എത്രയാണ് വരുന്നത് അതായിരിക്കും അവൻ്റെ വാട്ടർ ലെവൽ. അപ്പോൾ ഒരു ആക്ടിവിറ്റി പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ജിമ്മിലൊക്കെ പോകുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ദെൻ ഒരു അത്ലറ്റിക് ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, ദെൻ അതിൻ്റെ കൂടെ ഈ ഒരു ബോഡി വെയിറ്റിന് കൂടാതെ ഈ 2.4 ലിറ്റർ കൂടാതെ പ്ലസ് 0.5 ലിറ്റർ കൂടി ആഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ 1 ലിറ്റർ 2 മുതൽ 1 ലിറ്റർ വരെ ആഡ് ചെയ്യണം എന്നാണ്. നമ്മൾ ആക്ടിവിറ്റി അനുസരിച്ചായിരിക്കും. ദെൻ അത് നേരെ തിരിച്ചൊരു ഗേൾ ആണെന്നുണ്ടെങ്കിൽ നോർമലി അവർക്ക് 2 മുതൽ 2.7 ലിറ്റർ വരെ വേണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 60 kg ഒരു ഗേൾ ആണെന്നുണ്ടെങ്കിൽ 60 × 30 1.8 ലിറ്റർ കിട്ടും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഞാനെ കണ്ടില്ലേ, ഈ കുറഞ്ഞ ടൈം കൊണ്ട് ഞാൻ തന്നെ നല്ല വേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ അത്യാവശ്യം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും എന്ത് ചെയ്യുക, നോർമലി എടുക്കാൻ നോക്കുക. നിങ്ങളുടെ ബോഡി തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സിഗ്നൽ തരാൻ തുടങ്ങും. യൂറിന് ഒരു ലൈറ്റ് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, ഹൈഡ്രേഷൻ, നല്ല ഹൈഡ്രേഷൻ ഒക്കെയാണ്. അഥവാ ഇനി ഡാർക്ക് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ വളരെ വെള്ളം കുറവാണെന്നാണ് ഇതിൻ്റെ ലക്ഷണം. പലപ്പോഴും നിങ്ങൾക്ക് തലവേദന, ക്ഷീണം ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൻ്റെ കുറവാണ്. ഈ ടൈമിൽ 1 ലിറ്റർ വെള്ളം കുടിക്കേണ്ട, സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ മോർണിംഗ് ആയാലും ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ മെയിൽസിലോ വർക്കൗട്ടിന് ശേഷം അങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ്സ് വീഡിയോസിനുമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക.